താർത്താരികളുടെ ആക്രമണത്തിൽ മനം നൊന്ത് വിവിധ പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച ശേഷം ബഗ്ദാദിലെത്തിപ്പെട്ട ഷെയ്ഖ് മുഈദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പിന്നീട് ഇന്ത്യയിലേക്ക് വന്നു. ഡൽഹിയിലും അജ്മീറിലും പരിസര പ്രദേശങ്ങളിലും അദ്ദേഹം കണ്ട ഒരു യാഥാർത്ഥ്യം പട്ടിണി പാവങ്ങളായ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിഞ്ഞുകൂടുന്ന പാദനഗ്നരും അർദ്ധനഗ്നരുമായ ആളുകളെയാണ്. സൂഫിസം എന്ന് പറഞ്ഞാൽ തസ്ബീഹമാല പിടിച്ച് ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ജീവിതം കഴിക്കലോ അല്ലെങ്കിൽ ധ്യാനനിരതരായി ജീവിതം തീർത്ത് കളഞ്ഞു പൊതുജനങ്ങളോട് യാതൊരു ബന്ധവും ഇല്ലാതെ കഴിയുകയോ ചെയ്യുന്നതല്ല സൂഫിസമെന്നും അങ്ങനെ ചെയ്യുന്നവരെയല്ല യഥാർത്ഥത്തിൽ സൂഫികളെന്ന് വിളിക്കേണ്ടതെന്നും ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മൊത്തം പഠിപ്പിച്ച മഹാനാണ് ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹം കാര്യമായി പ്രവർത്തിച്ച ഒരു മേഖല പാവങ്ങളുടെ കണ്ണീരൊപ്പലായിരുന്നു. പട്ടിണി പാവങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകാൻ വേണ്ടി, ചെരുപ്പില്ലാത്തവർക്ക് അത് നൽകാൻ വേണ്ടി, ശുശ്രൂഷിക്കാൻ ആളില്ലാത്ത പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി, പരിചരിക്കാൻ വേണ്ടി, അങ്ങനെ പാവങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഒത്താശകളും ചെയ്തുകൊടുത്ത് അവരുടെ ജീവിതം വളരെ സന്തോഷത്തിലാക്കി തീർക്കാൻ വേണ്ടി ഒരു രക്ഷകനായി കടന്നു വന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഗരീബ് നവാസ്, പാവങ്ങളുടെ രക്ഷകൻ എന്ന അർത്ഥത്തിൽ ഒരു സ്ഥാനപ്പേര് നൽകുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ പാവങ്ങളെ സഹായിക്കുക വഴി, പാവങ്ങൾക്ക് രക്ഷകനാവുക വഴി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു ജനകീയ പണ്ഡിതൻ, ലോക പണ്ഡിതൻ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവർകളാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവുകയില്ല. 10,000-കണക്കിന് അനാഥകളെയും അതുപോലെ പാവപ്പെട്ടവരെയും അഗതികളെയും സഹായിച്ചു കൈപ്പിടിച്ച് രക്ഷിച്ചിരിക്കുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. എന്നു മാത്രമല്ല, പാവങ്ങൾക്ക് ഭക്ഷണം നൽകി, ചികിത്സ നൽകി, വസ്ത്രം നൽകി, പാർപ്പിടം നൽകി, അങ്ങനെ വിദ്യാഭ്യാസം നൽകി, എല്ലാ നിലയിലും പാവങ്ങളോടൊപ്പം നടക്കുന്ന ആളായിരുന്നു ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആയിരങ്ങൾക്ക് നേരത്തെ സുമംഗലികളാവാൻ അവരുടെ മംഗല്യ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് അത് സന്തോഷത്തോടെ പറപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് കോടികൾ ചെലവഴിച്ചു. നേരത്തെ അദ്ദേഹം നിരവധി ആളുകളെ മതജാതി ഭേദമന്യേ സുമംഗലികളാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ 2 ദിവസം മുമ്പ് പാടന്തറ മർക്കസിൽ തന്നെ 850 വളരെ വളരെ പാവപ്പെട്ട യുവതി യുവാക്കൾക്ക് മംഗല്യഭാഗ്യം നൽകിയിരിക്കുന്നു. 20 കോടിയിലധികമാണ് അതിന് ചെലവഴിച്ചത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഈ വിധം തൻ്റെ വാർദ്ധക്യദശയിൽ പോലും ഊർജവും സമയവും പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നാം അദ്ദേഹത്തെ ഈ കാലഘട്ടത്തിൽ വിളിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾക്ക് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥാനപ്പേരാകുന്ന ഗരീബ് നവാസ്, പാവപ്പെട്ടവരുടെ രക്ഷകൻ എന്ന അർത്ഥത്തിലുള്ള ആ സ്ഥാനപ്പേരിന് എന്തുകൊണ്ടും അർഹനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾക്ക് നൽകപ്പെട്ട മറ്റൊരു സ്ഥാനപ്പേരാണ് സുൽത്താനുൽ ഹിന്ദ്.
ഇത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനും ഈ കാലഘട്ടത്തിൽ യോജിക്കുന്നുണ്ട്. അജ്മീർ ഷെയ്ഖ് ഡൽഹിയിലും അജ്മീറിലും പരിസരങ്ങളിലുമൊക്കെയാണ് പാവങ്ങളുടെ കണ്ണീരൊപ്പിയതെങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇന്ത്യ രാജ്യത്ത് മുഴുവനും അതിനപ്പുറം രാജ്യത്തിനപ്പുറത്തുള്ള ആളുകൾക്ക് പോലും അത്താണിയും രക്ഷകനും ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സുൽത്താനുൽ ഹിന്ദ് എന്നും കൂടെ ആ ഒരു നാമം ബഹുമാനപ്പെട്ടവർക്ക് നൽകാൻ എല്ലാവിധ യോഗ്യതയും നമുക്ക് കാണാൻ കഴിയും. അതിനാൽ നമ്മുടെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് കേവലം സുൽത്താനുൽ ഉലമ മാത്രമല്ല, സുൽത്താനുൽ ഹിന്ദ് കൂടിയാണ്. ബഹുമാനപ്പെട്ടവർ കേവലം ഷെയ്ഖുന മാത്രമല്ല, ഗരീബ് നവാസ്, പാവങ്ങളുടെ രക്ഷകൻ കൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.